കേരള പോലീസ്ക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട്. നമ്പർ 1, ഇതുപോലെ തന്നെ ഒരു എപ്പിഡെമിക്കിലെ ഈ ലോക്ക്ഡൗൺ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഈ കാര്യങ്ങൾ നമ്മൾ പരിശീലന ഭാഗം ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ പോലെ നാഷണൽ പോലീസ് അക്കാഡമി പോലെ നമുക്ക് പഠിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു കോമൺ സെൻസ് മാനേജ്മെൻറ്റ് ആക്കിയിട്ട് ഞങ്ങൾ ഈ ലോക്ക്ഡൗൺ എൻഫോഴ്സ് ചെയ്തു. പക്ഷേ ഇപ്പോൾ പല സോഷ്യൽ മീഡിയയിലെ പല മാധ്യമത്തിലെ പല മാഗസിനിലെ കേരള മോഡൽ ലോക്ക്ഡൗൺ ഒരു കേരള മോഡൽ ലോക്ക്ഡൗൺ ആയി മാറിയിട്ടുണ്ട്. കാരണം ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഫോഴ്സ് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ എല്ലാ കാര്യങ്ങളും ഒരു നിയമാനുസാരം ചെയ്തു. ഒരുപാട് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നും പല ശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. And after all that, the most important thing, the media and the local, civil society, നമുക്ക് വളരെ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇവിടുത്താണ് കമ്മ്യൂണിറ്റി പോലീസിംഗ് ആണോ, ആ കമ്മ്യൂണിറ്റി പോലീസിങ്ങിൻ്റെ പിക്കാണോ നമ്മൾ കാണിച്ചത്. നിങ്ങളൊക്കെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ പറയാം. ഇന്നലെ വരെ നമ്മുടെ കമ്മ്യൂണിറ്റി പോലീസിങ് ആൾക്കാരെ 3,27,000 ആൾക്കാരുടെ വീട്ടിലെ മാത്രം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വിസിറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. അത് ആക്ച്വലി ഞാൻ പോലെ ഇത് പ്രതീക്ഷിച്ചിട്ടില്ല എത്ര അവർ കവർ ചെയ്യും. അതുകൂടാതെ അവർ ആക്ച്വലി നമ്മുടെ ഐസൊലേഷനിലുള്ള ആൾക്കാരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടോ, സീനിയർ സിറ്റിസൺ ആ പ്രദേശത്തിലെ ആ ഏരിയയിലുള്ള സീനിയർ സിറ്റിസന്മാരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടോ. ഇപ്പോൾ ഇന്നു മുതൽ ഒരു സീനിയർ സിറ്റിസനോട് ഒരു സ്പെഷ്യൽ ലൈൻ ഞങ്ങൾ ഇപ്പോൾ അതൊരു വാർത്തയായിട്ട് ഇപ്പോൾ വരും. ഞാൻ ആ നമ്പറുകൾ എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ ഏതെങ്കിലും സീനിയർ സിറ്റിസൺക്ക് വേണ്ടി ഒരു ടോൾ ഫ്രീ പോലെ ഒരു നമ്പർ ഉണ്ടാക്കിയിട്ടുണ്ടോ. അതിൽ നമുക്ക് അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഹെൽപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് വി വിൽ ട്രൈ ടു ഡു അവർ ബെസ്റ്റ്. നിങ്ങൾക്ക് വേറെ ഒരു കാര്യം സ്റ്റാറ്റിസ്റ്റിക്സ് പറയാം. 412 വീഡിയോകൾ ഞങ്ങൾ ഉണ്ടാക്കി. 412 വീഡിയോ ചെറിയ വലിയ ആയിട്ട് ഫ്രം 15 seconds to 19 minutes വരെ ഒരു വീഡിയോകളുണ്ട്. അതിൽ പല കാര്യം അത് 3-4 ടൈപ്പ് വീഡിയോ ആണ്. ഒന്നാമത്തെ കാര്യം നമുക്ക് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. നമ്പർ 2 ഈ കൊറോണ വൈറസിനെ പറ്റി കൂടുതൽ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട്. നമ്പർ 3 നിങ്ങൾ ഏത് രീതിയിൽ നമുക്ക് സഹകരിക്കും അത് പറയാൻ വേണ്ടി. അതിൽ ഒരുപാട് വീഡിയോ ആക്ച്വലി സം വീഡിയോസ് വ്യൂവർഷിപ്പ് crossed even 1 crore, and we got even tweets from Mr. Ravi Shastri to many people, celebrities, saying that വളരെ നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. Probably no other police force might have created so many videos, 412 videos. അതുകൂടാതെ hundreds of posters, thousands of trolls ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട്, ബിക്കോസ് കേരള ആൾക്കാർക്ക് വളരെ അത് ഇഷ്ടമാണോ, ആൻഡ് ദേ അക്സെപ്റ്റഡ് ഇറ്റ് ആൻഡ് ദേ ലേൺ മെനി തിങ്സ്. ആൻഡ് ആ രീതിയിൽ നമുക്ക് അവരുടെ മറുപടി റിപ്ലൈ ഓരോ റിമാർക്സ് വന്നിട്ടുണ്ട്. സിമിലർലി നമ്മുടെ ആക്ച്വലി വേറൊരു കാര്യം പറയാം. നമ്മുടെ സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് ആ പദ്ധതി അടിസ്ഥാനമാക്കിയിട്ട് ഇന്നവരെ 2.3 lakh ഫുഡ് പാക്കറ്റ്സ് ഉണ്ടാക്കിയ ഫുഡ് പാക്കറ്റ്സ് ഞങ്ങളുടെ പല സ്ഥലങ്ങളിൽ 26 സ്ഥലങ്ങളിൽ ഈ മുഴുവൻ സംസ്ഥാനത്തിൽ 26 പ്ലേസസ് വി ഹാവ് ഗിവൻ ദിസ് ഫുഡ് പാക്കറ്റ്സ് പാവപ്പെട്ട ആൾക്കാർക്ക്. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആസ് എ സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് പദ്ധതിയുടെ ഭാഗമായിട്ട്. അതിൽ കുറേ ബാക്കി ആൾക്കാർ സിവിൽ സൊസൈറ്റി നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ നമ്മുടെ വി ആർ താങ്ക്ഫുൾ. പിന്നെ ഈ സോഷ്യൽ മീഡിയ അവയർനെസ് ക്യാമ്പയിനിൽ ഒരുപാട് സെലിബ്രിറ്റി, ഞാൻ പേര് പറയുന്നില്ല കാരണം ഒരുപാട് സെലിബ്രിറ്റി നമുക്ക് വളരെ നല്ല രീതിയിൽ സഹായിച്ചിട്ട് അവരുടെ വോയിസ് അവരുടെ അഭിപ്രായം എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്, വിച്ച് ഹാസ് ബിക്കം അപ്രീഷിയേറ്റഡ് ബൈ പീപ്പിൾ.
വളരെ നല്ല രീതിയിൽ അവർ ആക്ച്വലി എക്സ്പ്രസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്, താങ്കൾക്ക് എല്ലാവർക്കും അറിയാം. സി ഓൾ ദീസ് ലോക്ക്ഡൗൺ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരു കാര്യം മാത്രം പറയാനുണ്ട്, നിങ്ങളെല്ലാവരും എന്നെ ചോദിക്കുന്ന കാര്യമാണ്. നമ്മുടെ സ്റ്റേറ്റ് ഇപ്പോൾ രണ്ട് കളറാണ്. വൺ ഈസ് റെഡ്, അനദർ ഈസ് ഓറഞ്ച്. പക്ഷെ ഓറഞ്ചിൻ്റെ റെഡിൻ്റെ ഡിസ്ട്രിക്റ്റിടെ 4 ഡിസ്ട്രിക്റ്റ് റെഡ് ഡിസ്ട്രിക്റ്റാണ്, എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ താങ്കൾക്ക് എല്ലാവർക്കും പറഞ്ഞു. ആ റെഡ് ഡിസ്ട്രിക്റ്റിൻ്റെ ഉള്ളിലെ ഹോട്ട്സ്പോട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ഓറഞ്ച് ഡിസ്ട്രിക്ട്സിൻ്റെ ഉള്ളിലെ ഹോട്ട്സ്പോട്ട്സ് ഉണ്ട്. ഈ ഹോട്ട്സ്പോട്ട്സ് എല്ലാം ഞങ്ങളെ ഒരു വാർഡ് ഒപ്പോസിക്കുന്ന ക്ലാമ്പ് ഡൗൺ ആണ്, അത് കംപ്ലീറ്റ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഒരു എൻട്രി ഒരു എക്സിറ്റ് മാത്രം ഉണ്ടാക്കുന്നു. അവിടുത്തെ വോളണ്ടിയേഴ്സ്, പോലീസ്, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, പഞ്ചായത്ത്, എല്ലാ മുനിസിപ്പാലിറ്റിയുടെ വോളണ്ടിയേഴ്സ്മാർ പോയിട്ട് വീട്ടിലെ സാധനം എത്തിക്കും. അവർ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട്. അതാണ് വൺ ടൈം. രണ്ടാമതാണ് ഈ റെഡ് ഡിസ്ട്രിക്റ്റിലെ കുറച്ചുകൂടി ആക്ച്വലി റെസ്ട്രിക്ഷൻസ് ഉണ്ടോ, ഭയമുള്ളതുകൊണ്ടോ പിന്നെ സ്പ്രെഡ് ചെയ്യും. അതുപോലെ തന്നെ ഓറഞ്ച് ഡിസ്ട്രിക്റ്റിലെ അകത്തെ ഹോട്ട്സ്പോട്ട്സ് ഉണ്ടോ, ഹോട്ട്സ്പോട്ട്സ് എഗെയിൻ ക്ലാം ഡൗൺ. പക്ഷെ ബാക്കി സ്ഥലങ്ങളിലെ കുറച്ച് പെർമിറ്റഡ് ആക്ടിവിറ്റി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം കുറേ ആക്ടിവിറ്റിക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലെ ഒരു ഡിസ്ട്രിക്ട് കളക്ടർ ആൻഡ് ഡിസ്ട്രിക്ട് SP, DMO മറ്റേ ഈ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിക്ക് ഫ്രീഡം കൊടുത്തിരിക്കുകയാണ്. അതിലെ ഒരു ജില്ലയിലെ ഏത് ആക്ടിവിറ്റി നിങ്ങൾ നടപ്പാക്കണം, വാട്ട് ആർ ദ തിങ്സ് യു ഹാവ് ടു ഡു, യു ഡിസൈഡ്. കാരണം എല്ലാ ജില്ല സെയിം അല്ല. ആലപ്പിയുടെ ഒരു പ്രാധാന്യം ഒരു വേറെ ടൈപ്പ് ആയിരിക്കും, ജോഗ്രഫി അത് ടൈം ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ദി കളക്ടർ ആസ് ദ ഹെഡ് ഓഫ് ദി ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി വിത്ത് ദ ഹെൽപ്പ് ഓഫ് പോലീസ് ആൻഡ് അതർ അതോറിറ്റീസ് അത് തീരുമാനിച്ചിട്ട് നടപ്പാക്കാൻ വേണ്ടി ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിലൊരു ലൈൻ മാത്രമുണ്ട്, ഞങ്ങളൊരു മാസ്റ്റർ ലിസ്റ്റ് ഉണ്ട്. ആ മാസ്റ്റർ ലിസ്റ്റിൽ കുറേ കാര്യങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. അതിന് മേളിൽ പോകാൻ പറ്റില്ല, അത് താഴെ പോകാൻ പറ്റും. യു വാണ്ട് ടു നോട്ട് അലൗ 1 or 2 ആക്ടിവിറ്റീസ്, അത് പെർമിറ്റഡ് ആണ്. പക്ഷെ കൂടുതൽ ചെയ്യാൻ പാടില്ല, അതാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങളെല്ലാവർക്കും അറിയാം, കുറച്ച് ദിവസം ആയിട്ട് 2-3 ദിവസം അകത്തെ കുറച്ച് ഈ ഇന്റർ സ്റ്റേറ്റ് മൂവ്മെൻറ്റ് നടത്തിയിട്ട് കുറച്ചോ ഒരു ചെറിയ ഒരു ഡിസ്ക്രീറ്റായിട്ട് ഹിഡൻ ആയിട്ട് ചെയ്തിരിക്കുകയാണ് ഒരു കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം. അതിൽ കുറച്ച് കേസ് റിപ്പോർട്ടായി, അത് ഭയങ്കര കൺസേൺ ഉള്ള കാര്യമാണ്. ദാറ്റ് മീൻസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടാണ്, ഞാൻ ഒരു കാര്യം ആക്ഷേപിക്കുന്നില്ല, അവിടെ രണ്ട് സൈഡിലെ ഭാഗത്തിനും ഒരു കാര്യം നമുക്ക് ചെയ്യാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ഇന്റർ സ്റ്റേറ്റ് നമ്മുടെ ബോർഡർ വളരെ സ്ട്രോങ് ആയിട്ട് വാച്ച് ചെയ്യണം. അവിടുത്തെ പ്രോട്ടോക്കോൾ വളരെ സ്ട്രോങ് ആയിട്ട് നടപ്പാക്കണം. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഉദ്ദേശിച്ചു, ഇന്നലെ ഞങ്ങളെ ഒരു സ്കീം ഉണ്ടാക്കി, സീനിയർ ഓഫീസേഴ്സ്മാരെ ഈ ചെക്ക് പോസ്റ്റുകളിൽ ഉണ്ടാക്കും. അതുകൂടാതെ നമ്മുടെ ഫേമസ് ഡ്രോൺസ് അതുണ്ടാക്കും. ആ ഡ്രോൺസ് വഴി നമുക്ക് ഇത് കണ്ടുപിടിക്കാം, ആരാ വാവലേറ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ. കാരണം ഒരു കൊല്ലം റൂറലിലെ ഒരാളെ ഫോറസ്റ്റിലെ അകത്തെ കയറിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നു, ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഈ സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പാടില്ല. അതുകൂടാതെ നേരത്തെ ഞങ്ങൾ ഗുഡ്സ് വെഹിക്കിൾസ് ചെക്ക് ചെയ്യുന്നില്ലായിരുന്നു, പക്ഷേ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ടോ. ആ ഗുഡ്സ് വെഹിക്കിൾസിലെ അകത്തെ ഒരു വേറെ ഒരു ഹെൽപ്പറുടെ ബേസത്തിൽ ഒരു ഡ്രൈവർ സെക്കൻഡ് ഡ്രൈവറായിട്ട് കുറേ ആൾക്കാരെ ഇവിടെ വന്നിട്ട് ഇവിടെ ഇറങ്ങും. ദാറ്റ് മീൻസ് ദിസ് ഈസ് എ കൈൻഡ് ഓഫ് സ്മോൾ ട്രാഫിക്കിംഗ് which we will not tolerate. അതുകൊണ്ട് കുറച്ച് വണ്ടികൾ, ഗുഡ്സ് വണ്ടികൾക്ക് വളരെ സഡനായിട്ട് സർപ്രൈസ് ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആക്ഷൻ ഉണ്ടാകും, അതിൽ ഒരു സംശയമൊന്നുമില്ല. വളരെ സ്ട്രോങ് ആക്ഷൻ ഉണ്ടാകും. പിന്നെ
വേറെ ഒരു കാര്യത്തിൽ ഞാൻ പറയാനുണ്ട്. ഇതിൽ നമ്മുടെ പോലീസുകാരെ ഇതുവരെ നമുക്ക് ആക്ച്വലി ഇതുവരെ പോസിറ്റീവ് കേസ് ഒന്നും വന്നിട്ടില്ല. അത് ഞങ്ങൾ വളരെ ആക്ച്വലി കെയർഫുള്ളാണ്. പക്ഷേ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും സംഭവിക്കാം. കാരണം ഞാൻ ഒരു ദിവസം നിങ്ങളുടെ ഒരു സുഹൃത്തോട് പറഞ്ഞു, കൊട്ടാരക്കര ജംഗ്ഷനിൽ നിൽക്കുന്ന സബ് ഇൻസ്പെക്ടർ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് 3000 to 4000 ആളുകളുടെ അടപ്പാണ് വരുന്നത് ചെക്കിങ് ചെയ്യാൻ സമയത്തെ മറ്റേ കാര്യങ്ങളും ഇമ്പോർട്ടൻറ്റ് ജംഗ്ഷൻ ആയതുകൊണ്ട്. സോ അതുകൊണ്ട് അവരെല്ലാം വളരെ വൾണറബിളാണ്. അവർക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടോ, ഏത് രീതിയിൽ ജീവിക്കണോ, ഏത് രീതിയിൽ ജോലി ചെയ്യണോ. ഇപ്പോൾ പോലീസ് ഓഫീസേഴ്സ്മാരെ ജോലി കഴിഞ്ഞ ശേഷം വീട്ടിൽ പോയിട്ട് പുറത്താണ് യൂണിഫോം മാറ്റിയിട്ട് അകത്താണ് പോകുന്നത്. അതൊക്കെ ക്ലീൻ ചെയ്ത ശേഷം മാത്രം വീണ്ടും ഇടാൻ വേണ്ടിയിട്ട്. കുറേ ഓഫീസേഴ്സ്മാരെ അവർ ഒറ്റക്കാണ് താമസിക്കുന്നുണ്ടോ, ഫാമിലിക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ ആക്ച്വലി സത്യം ചോദിച്ചാൽ ഒരു അപ്രിഹെൻഷൻ, ഒരു ആശങ്ക മനസ്സിലുണ്ടോ? ഭയമൊന്നുമില്ല, ആശങ്ക ഉണ്ടോ. പക്ഷേ വിത്ത് ദാറ്റ് ഓൾസോ അവർ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഒരു വീഴ്ച നമുക്ക് എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അവർ ഡെഡിക്കേറ്റഡ് ആയിട്ട് സിൻസിയർ ആയിട്ട് ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തു. അത് അവരുടെ സുരക്ഷ, അവരുടെ വെൽബീങ് വളരെ ആസ് ഹെഡ് ഓഫ് ദ ഫോഴ്സ് എൻ്റെ ഒരു മെയിൻ ജോലിയാണ്. അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ സൈഡിൽ നിന്നും എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭൂമിക പ്രസ് ആൻഡ് പബ്ലിക് നിർവഹിച്ചിട്ടുണ്ട് ഇതുവരെ. എനിക്കറിയാം കുറച്ച് പ്രസ് നമ്മുടെ സുഹൃത്തുക്കൾ അവർക്ക് ഭക്ഷണം പോലെ കൊടുത്തിട്ടുണ്ട്. മീഡിയ ഹൗസസ് ഓൾസോ ഹാസ് സ്പോൺസേഡ്. അത് ചെയ്തു. ഇത് വളരെ ഒരു നല്ല കാര്യമാണ്. അപ്പോൾ പരസ്പരം ഒരു കോപ്പറേഷൻ ഉണ്ടെങ്കിൽ, അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. നല്ല കാര്യങ്ങൾ. ഇതാണ് എനിക്ക് മാത്രം പറയാനുണ്ട്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ 3 തീയതി വരെ ഉണ്ട്. ഇതിൽ സെൻട്രൽ ഗവൺമെൻറ് പല കാര്യങ്ങൾ ഇപ്പോൾ കുറച്ച് റിലാക്സ് ചെയ്തിരിക്കുകയാണ്. അഗ്രികൾച്ചർ, ഫിഷറീസ്, റൂറൽ കൺസ്ട്രക്ഷൻ കുറേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം നമുക്ക് ഒരു ഇക്കോണമിക്ക് ഇപ്പോൾ ഒരു ഫൗണ്ടേഷൻ, ഒന്നുകൂടി ഒരു ഫൗണ്ടേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ ലോക്ക്ഡൗണിൻ്റെ റെസ്ട്രിക്ഷൻസ്, റെഗുലേഷൻ നടപ്പാക്കാൻ വേണ്ടി വരും. അത് ഞങ്ങൾ പ്രത്യേകമായിട്ട് ഞങ്ങൾ അവർക്ക് പറഞ്ഞിട്ടുണ്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം ലാസ്റ്റിൽ പറയാനുണ്ട് എനിക്ക്. നമ്മുടെ സൈഡിൽ നിന്നും നല്ല പെരുമാറ്റം ഉണ്ടെങ്കിലേ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല. കാരണം കേരളത്തിലെ ആൾക്കാർ വളരെ കോൺഷ്യസ് ആണ്, എഡ്യൂക്കേറ്റഡ് ആണ്, ലിറ്ററേറ്റ് ആണ്. അവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. ഈ കാര്യത്തിൽ നമുക്ക് ഒരു ഇതൊന്നുമില്ല, ഡൗട്ട്സ് ഒന്നുമില്ല. നിങ്ങളെല്ലാവരും വേറെ ഒരു കാര്യം എല്ലാ സമയത്തും ചോദിക്കാറുണ്ടോ, നമ്മുടെ ഗസ്റ്റ് വർക്കേഴ്സ്, അതിഥി തൊഴിലാളികളിനെ പറ്റി. എൻ്റെ റീഡിംഗ് പ്രകാരം ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും സംസ്ഥാനത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ എത്ര ഒരു ബ്യൂട്ടിഫുൾ മാനേജ്മെൻറ്റ് സിസ്റ്റം അവർ ഉണ്ടാക്കിയിട്ട്. 3 യങ് IAS ഓഫീസേഴ്സ് ഒരു കൺട്രോൾ റൂമിൽ ഇരിക്കുകയാണ്. 2 സീനിയർ പോലീസ് ഓഫീസർ അതിൽ പുറയിലാണ്. പിന്നെ ഇതുവരെ നേരത്തെ ലോക്ക്ഡൗൺസ്, ഇപ്പോൾ ഫസ്റ്റ് ലോക്ക്ഡൗൺ ചെയ്യാൻ ശേഷം വളരെ വളരെ ഒരു അജിറ്റേറ്റഡ് മൂഡായിരുന്നു. ആ മൂഡൊക്കെ ശരിയാക്കിയിട്ട് ഇപ്പോൾ കുറേ അതിഥി തൊഴിലാളികൾക്ക് ജോലി കിട്ടി. പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് ഈ കാര്യം മനസ്സിലായി. ഇപ്പോൾ അവരുടെ വീട്ടിലേക്ക്, അവരുടെ നാട്ടിൽ പോയാൽ ദേ വിൽ നോട്ട് ഗെറ്റ് ജോബ്. അവിടെ പെട്ടെന്ന് ജോലി കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ട്രെയിനൊന്നുമില്ല. ഇവിടെ നല്ല രീതിയിൽ താമസിച്ചിട്ട്, ആരോഗ്യമായിട്ട് താമസിച്ചിട്ട്, ജീവിച്ചിട്ട് നല്ല ജോലി ചെയ്താൽ അവർക്ക് കുറച്ച് വരുമാനം കിട്ടും. ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. ദാറ്റ് സ്ട്രാറ്റജി ഹാസ് വർക്ക്ഡ്. സോ അജിറ്റേറ്റീവ് മൂഡ് വളരെ കുറവാണ് ഇപ്പോൾ. ഞാൻ ആക്ച്വലി
if I read the magazines or the newspapers, നമ്മുടെ മൈഗ്രൻ്റ് ലേബറർ അപ്പോൾ ഈ അതിഥി തൊഴിലാളികളുടെ കാര്യത്തിൽ എടുത്തിട്ടുള്ള സ്റ്റെപ്സ് വളരെ ഒരു പ്രശംസനീയമാണോ എല്ലാവരും പറയുന്നത്. പക്ഷേ ചെറിയ വീഴ്ചകൾ ഉണ്ടാകും, അത് ഒരു ഒട്ടുപെട്ട കാര്യങ്ങൾ ഉണ്ടാകും. അത് എത്ര പെട്ടെന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാ സമയത്തും നമ്മുടെ സൈഡിൽ നിന്ന് ശ്രമമുണ്ട്. എനിക്ക് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ അപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇന്റർ ഡിസ്ട്രിക്ട് മൂവ്മെൻറ്റ് ഈസ് ലിമിറ്റഡ് ഫോർ എസെൻഷ്യൽ പർപ്പസ് ഓൺലി, ലൈക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, മെഡിക്കൽ എമർജൻസി, പെർമിറ്റഡ് വർക്ക്സ് എറ്റ്സെട്ര. സച്ച് മൂവ്മെൻറ്റ്സ് വിൽ ബി ലിമിറ്റഡ് ടു ലേബറിംഗ് ഡിസ്ട്രിക്ട്സ് ഓൺലി. ഇതൊരു പ്രത്യേക കാര്യമാണ്. നമുക്ക് ഇന്റർ ഡിസ്ട്രിക്റ്റിലേക്ക് ട്രാവൽ ചെയ്യാം, പക്ഷേ അടുത്തുള്ള ഡിസ്ട്രിക്റ്റ് ആക്കണം, ദാറ്റ് ഈസ് അഡ്ജോയിനിങ് ഡിസ്ട്രിക്ട്. രണ്ടാമത്തെ കാര്യം, ഇത് കാരണം പറഞ്ഞ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, മെഡിക്കൽ എമർജൻസി ഇല്ലെങ്കിൽ പെർമിറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്ക് അതിനെ നമുക്ക് മാത്രം പെർമിറ്റ് ചെയ്യാം. ഇതാണ് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വളരെ സീരിയസ് സിറ്റുവേഷനിൽ അത് സ്റ്റേറ്റ് ലെവലിൽ ഒന്ന് ആലോചിച്ചിട്ട് ദൂരയാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കാം. അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വേണം. അത് നമ്മുടെ 100% സീറോ അങ്ങനെ പറയുന്നില്ല. ആ സിറ്റുവേഷൻ നമുക്ക് വളരെ ഒരു ആലോചിച്ചിട്ട് ഡിസിഷൻ എടുത്തിട്ട് മാത്രം പെർമിറ്റ് ചെയ്യും. സോ ഇത് ഒരു ആൾക്കാർക്ക് സഹകരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു വിനീതമായ പ്രാർത്ഥനയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി, നമുക്ക് 2 ടെലിമെഡിസിൻ ആപ്പ് ഉണ്ട്. ഒരു ആപ്പാണ് ബ്ലൂ ടെലിമേഡ്. ഇപ്പോൾ വേറെ ഒരു ടെലിമെഡിസിൻ ആപ്പ് കാസർഗോഡിൽ അവർ നടപ്പാക്കിയിട്ടുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് സുരക്ഷ ആപ്പ്. അവർ വളരെ നല്ല രീതിയിൽ അവർ ഉപയോഗിക്കുന്നുണ്ട് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു 10 ഹോസ്പിറ്റൽസ് ഉണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ. ഈ 10 ഹോസ്പിറ്റൽക്ക് ഞങ്ങൾ കുറച്ചുകൂടി മോഡിഫൈ ചെയ്തിട്ട് കൊറോണ കെയർ സെൻറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. സോ ഏതെങ്കിലും പോലീസ് പിന്നെ ഇല്ലെങ്കിൽ ജനങ്ങൾ സിവിൽ സൊസൈറ്റിയിലെ ആരെങ്കിലും ആവശ്യമുള്ള സമയത്ത് അവർക്ക് ഉപയോഗിക്കാം. പിന്നെ വി ആർ ഓൾസോ ട്രൈങ് ടു ഗെറ്റ് സം പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഇക്വിപ്മെൻറ്റ് കിറ്റ്സ്. ഞങ്ങൾ അടുത്ത കാലത്തെ ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ത്രൂ ദ CSR, ത്രൂ സ്പോൺസർഷിപ്പ് ആൻഡ് ത്രൂ സം മണി ഫ്രോം ദ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ദ പോലീസ് ഓഫീസേഴ്സ്. നമ്മുടെ ഐഡിയ എന്താണെന്ന് ചോദിച്ചാൽ ഈ PP ഈ യൂണിഫോം എല്ലാ ജില്ലകളിലേക്ക് കൊടുക്കണം. സോ ദാറ്റ് അവർക്ക് ഒരു നിർഭയമായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കും. അത് വേറെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് ടോട്ടൽ അതിഥി തൊഴിലാളി 4,03,626 ആണ്. നമുക്ക് 13,656 ക്യാമ്പിൽ അവരാണ് താമസിക്കുന്നത്. ഇതുവരെ ഞങ്ങൾ 1,16,871 കേസസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 81,156 വെഹിക്കിൾസ് സീറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗവൺമെൻറ് ഇപ്പോൾ നമുക്ക് സമ്മതിച്ചിട്ടുണ്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഹൈക്കോടതിയിലെ നിർദ്ദേശപ്രകാരം നമ്മുടെ അവിടെ തന്നെ പൈസ അടിക്കാം, അതാണെങ്കിൽ വണ്ടി റിലീസ് ആവും. ഇതാണ് എനിക്ക് പറയാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനാണെങ്കിൽ പ്ലീസ് കൈൻഡ്ലി ആസ്ക്. കൂടുതൽ പോസിറ്റീവ് കേസുകൾ വിവിധ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അതായത് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന നിയന്ത്രണം കുറച്ച് ഇളവ് വരുത്തി, അത് വീണ്ടും കർശനമാക്കേണ്ടി വരും. അത് നിങ്ങൾക്കറിയാം, കണ്ണൂരിൽ ഞങ്ങളിപ്പോൾ ട്രിപ്പിൾ ക്രാം ഡൗൺ ആക്കി. ഇപ്പോൾ നമ്മുടെ ആക്ച്വലി ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, കാസർഗോഡിൽ അവർ പറയുന്നത് ട്രിപ്പിൾ ക്ലാം ഡൗൺ, അപ്പോൾ ട്രിപ്പിൾ ലോക്ക്ഡൗൺ. അവിടെ വളരെ 3 ലെയറുള്ള ഇതാണ്. അതിപ്പോൾ കണ്ണൂരിൽ എന്താണ് നടപ്പാക്കി. ദാറ്റ് മീൻസ് ഈ
അവരുടെ ഈ ഹോട്ട്സ്പോട്ട് കംപ്ലീറ്റ് റെസ്ട്രിക്റ്റഡ് ആണ്, നോബഡി ക്യാൻ ഗോ ദെയർ. അപ്പോൾ ഒരു ഫോർട്ടിഫൈഡ് പോലെ ആയി. പിന്നെ അതുകൂടാതെ പിന്നെ അവർക്ക് എല്ലാ സാധനങ്ങളും ന്യൂസ് പേപ്പർ തൊട്ട് പിന്നെ വാട്ട് യു കോൾ മിൽക്ക് വരെ എല്ലാവരും ഞങ്ങൾ തന്നെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഏറ്റെടുത്തിരിക്കുകയാണ്. സോ ഈ ഹോട്ട്സ്പോട്ടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വൾണറബിൾ ഓൾസോ ആണ്. അതുകൊണ്ട് അത് ഒരു പിടിച്ചു വെച്ചാൽ നമുക്ക് അത് ഞാനൊരു വളരെ ഒരു എക്സ്പേർട്ടല്ല, മെഡിക്കൽ എക്സ്പേർട്ടുകാരുടെ ഇതാണ് ഹോട്ട്സ്പോട്ട്സ് പിടിച്ചു വെക്കണം. അതാണെങ്കിൽ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പോസിബിലിറ്റി കുറയും. അത് കാസർഗോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് കാസർഗോഡ് മോഡലായില്ലോ. ഇപ്പോൾ കാസർഗോഡ് ഈസ് എ മോഡൽ. അപ്പോൾ കാസർഗോഡ് മോഡൽ സക്സസ്ഫുൾ ആയതുകൊണ്ട് ഈ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ട്രിപ്പിൾ ക്ലാമ്പ് ഡൗൺ ഞങ്ങൾ ഈ ഹോട്ട്സ്പോട്ടുകളിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം പോലീസുകാരാണ് ഈ ലോക്ക്ഡൗൺ സമയത്ത് ഏറ്റവും കൂടുതൽ പണിയെടുത്തത്. ഈ സാലറി ചലഞ്ച് വരുമ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശം പല കോണുകളിൽ നിന്ന് ഉയർന്നു. അത് അതിലെ ഞാനൊരു മറുപടി കൊടുക്കാൻ ശരിയല്ല. കാരണം ഇതിലെ അസോസിയേഷൻസ്മാരുണ്ട്, അവർ തന്നെ കാരണം ഒരു കളക്റ്റീവ് ഡിസിഷൻ ആവും അവരുടെ. സോ ലെറ്റ് ദം ടേക്ക് എ ഡിസിഷൻ. ഞാൻ അതിലൊരു ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ ഞാൻ ആസ് എ ഗവൺമെൻറ് സർവൻറ്റ് ഐ ഹാവ് ടു ഒബേ. ദാറ്റ് ഈസ് വാട്ട് ഈസ് മൈ റോൾ. ബാക്കി എന്തെങ്കിലും പിന്നെ അവരുടെ സർവീസ് അസോസിയേഷനുകളുടെ എന്തെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ഒപ്പീനിയൻ മാറ്റർ ചെയ്യുന്നില്ല. അസോസിയേഷൻ ലെറ്റ് ദം ടേക്ക് വാട്ട് എവർ ഡിസിഷൻ, ബട്ട് ഐ ഹാവ് ഒബേഡ് വാട്ട് ദ ഗവൺമെൻറ് ഹാസ് ഇഷ്യൂഡ് ദ ഓർഡർ. ഈ സ്പ്രിംഗ്ലർ വിഭാഗവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തൊട്ടാകെ പ്രതിഷേധ പരിപാടികൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഹരിപ്പാട് സമരം ചെയ്ത പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ CI സംഘം പ്രതിപക്ഷ നേതാവിനെ പരസ്യമായി അസഭ്യം പറയുന്ന ആ വീഡിയോ ദൃശ്യങ്ങൾ ഇവർ പുറത്തുവിടുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ശ്രദ്ധപ്പെടുവാണെങ്കിൽ ആ CIക്കെതിരെ നടപടിയുണ്ടോ? അല്ല, ഡെഫിനറ്റ്ലി ഞങ്ങൾക്ക് എന്തെങ്കിലും ബൈ റൈറ്റിംഗ് എന്താ പറയുകയാണെങ്കിൽ ഒരു ഡെഫിനറ്റ് അന്വേഷണം ഉണ്ടാകും. വെദർ ഇറ്റ് ഈസ് opposition, ruling or anything. We are only concerned about law. Law violate ചെയ്തിട്ടുണ്ടെങ്കിൽ or നമ്മുടെ റൂൾസ് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സർവീസ് റൂൾ നടപടി ഡെഫിനറ്റ് ഉണ്ടാകും. അതിലെ ഒരു സംശയമൊന്നുമില്ല. സർ, ഈ തബ്ലീഗ് സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവരെയും തിരിച്ചറിഞ്ഞു എന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എത്ര പേരെയാണെന്നുള്ള കണക്ക് എക്സാക്ട് കണക്കും എനിക്ക് പറയാൻ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിലെ റിട്ടേൺ ചെയ്ത കേരളത്തിൽ നിന്ന് എത്ര ആൾ പോയിട്ടുണ്ടോ നമുക്കറിയാം, അവിടെ പോയിരുന്നു. കേരളത്തിലെ എത്ര റിട്ടേൺ ആയി എല്ലാവരും ഞങ്ങൾ ട്രേസ് ചെയ്തു. കേരളത്തിന് പുറത്തെ ആരാ ഉണ്ടോ അത് ഓൾസോ ട്രേസ് ചെയ്തിട്ട് അവരുടെ ആ സ്റ്റേറ്റുകൾക്ക് ഞങ്ങൾ എല്ലാം അറിയിച്ചിട്ടുണ്ട്, സെൻട്രൽ ഏജൻസികൾക്ക് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓൺട്രസ്റ്റ് ആയിട്ട് ആരും ഇല്ല. അപ്പോൾ ഓൾ പേഴ്സൺസ് ഹു കെയിം ടു കേരള they have been traced. All persons who are outside Kerala, they have been traced. Those things we have already informed the concerned states as well as central agency. അതിലൊരു സംശയമൊന്നുമില്ല. ചിലർ ഈ ഫോൺ എടുക്കാണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റാതെ കുറേ ആൾക്കാരുണ്ട്. ഫോൺ സ്വിച്ച് ഓഫ് ആണ്, എവിടെയാണെന്ന് അറിയാൻ പറ്റില്ല എന്ന് ചില റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അങ്ങനെ ആരെങ്കിലും അത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് ഫോണിക്ക് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് 100% ഞങ്ങൾ ചെയ്യാറില്ലല്ലോ. We have different methods of actually finding out. I don't have to tell all these things. But trust me, എല്ലാവർക്കും ഞങ്ങൾ ട്രേസ് ചെയ്തിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങളിൽ പോലീസിനെയും ഇൻഷുറൻസും റിസ്ക് അലവൻസും അങ്ങനെ സംസ്ഥാനത്തിലേക്ക് എഴുതിയിട്ടുണ്ട്. ആ സംബന്ധിച്ച് തീരുമാനമായിട്ടുണ്ട്. ഇതുവരെ അത് സർക്കാരുടെ ആക്ച്വലി ഡൊമൈനാണ്. ഞാനൊരു സ്ട്രോങ്ലി ഫീൽ ചെയ്തു, നമ്മുടെ ഓഫീസേഴ്സ്മാരെ എന്നെ അഡ്വൈസ് ചെയ്തു നമുക്ക് ഒരു പ്രൊപ്പോസൽ അയക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അത് വിശദമായിട്ട് ഒരു പ്രൊപ്പോസൽ അയച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് നൗ അപ് ടു ദ ഗവൺമെന്റ്. That is we have written for feeding charges, risk allowance and COVID insurance. That means COVID ile ആരെങ്കിലും സ്പെഷ്യൽ ഇൻഷുറൻസ്. ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി ഇരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ ഇത്രയും 125 കോടി രൂപയോളം സർക്കാരിനോട് ആവശ്യപ്പെടുക എന്നുള്ളത് ശരിയല്ല എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും മറുവശത്ത് വരുന്നു. ഞാൻ എൻ്റെ സൈഡിൽ നിന്നും ആക്ച്വലി എന്താ നമ്മുടെ ആക്ച്വലി ഡിസ്കഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളൊരു പ്രൊപ്പോസൽ അയച്ചു.
എല്ലാ സമയത്ത് പ്രപ്പോസലുകളും അങ്ങനെ പോകും. പക്ഷേ ഗവൺമെൻറ് വിൽ ഡിസൈഡ് എത്ര കൊടുക്കണം, എത്ര കുറക്കണം, ഓർ എത്ര കൂട്ടണം. ദാറ്റ് ഈസ് ഗവൺമെൻറ്റ്സ് ആക്ച്വലി ഡിസിഷൻ. കഴിഞ്ഞ 2 ദിവസം നോക്കുമ്പോഴേ 2000-2500 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇപ്പൊ ഈ ഇളവനുസരിച്ചിട്ട് ഇന്നലെ 4000-ലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇളവ് എന്ന് പറയുന്നത് മിസ്യൂസ് ചെയ്യപ്പെടുന്നതല്ലേ ഇതിനകത്ത് കേസുകൾ? ഞാൻ ഇപ്പോൾ എനിക്ക് ദുഃഖം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇത്ര ഒരു മാസം കറങ്ങിയിട്ട് ഓൾസോ കുറച്ച് ആൾക്കാർക്ക് ഇതുവരെ കാര്യം മനസ്സിലാകുന്നില്ല. പക്ഷേ അത് സത്യം ചോദിച്ചാൽ ഞങ്ങൾ കുറച്ച് സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. ദാറ്റ് ഈസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കുറച്ചുകൂടി നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ഈ കാര്യത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് കൊണ്ടുവരണം, മറ്റേ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ട്. സോ അതിന് അടിസ്ഥാനമായിരിക്കും. പക്ഷേ ഞാൻ എല്ലാവർക്കും അതുകൊണ്ട് വിനീതമായിട്ട് മൈ ഓൺലി റിക്വസ്റ്റ് ടു all the people who are seeing the television, who are actually reading the newspaper, that please cooperate with us. ഇപ്പോൾ ഞങ്ങൾ മൂന്നാമത് ആക്ച്വലി we should actually take എന്താ പ്രതിജ്ഞ ചെയ്താൽ മതി. ഞങ്ങൾ മൂന്നാമത് എല്ലാ 99% നമുക്ക് ആ ഫിഗർക്ക് കംപ്ലീറ്റ് കൊണ്ടുവരണം, താഴെ കൊണ്ടുവരണം. ഇതിനാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. ആൻഡ് ഇറ്റ് ഈസ് പോസിബിൾ ഓൾസോ. നിങ്ങൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് വീട്ടിൽ നിൽക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി കമ്മിങ് ഡൗൺ. അതിൽ ഒരു സംശയമൊന്നുമില്ല. ഇപ്പൊ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾക്ക് റെസ്റ്റ് കൊടുക്കുന്നു സാറേ. ഇപ്പം കാസർഗോഡ് ജോലി ചെയ്യുന്ന പോലീസുകാർ സ്വാഭാവികമായിട്ടും അവിടെ കഴിഞ്ഞ ക്വാറന്റൈനിലേക്ക് പോകേണ്ടി വരും, അവിടെ പോലീസുകാർ. അപ്പൊ അത് പലരും ആൾക്കാരെ കൊടുക്കുന്നുണ്ട്, കുറച്ച് ആൾക്കാർ റിസർവിൽ വെച്ചിരുന്ന ആൾക്കാരെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ല. അത് മൂന്നാമത് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനമാണ്. അപ്പൊ ഈ റെഡ് സോൺ വർക്ക് ചെയ്യുന്ന പോലീസുകാരെ ക്വാറന്റൈനിലേക്ക് പോകും. അതിലെ ഞങ്ങളൊരു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഞങ്ങൾ ഒരു ഡിസ്കഷൻ ചെയ്തിട്ട് ഏതാൾക്ക് എത്ര ദിവസം ചെയ്യണം, ഓർ പെട്ടെന്ന് അവർക്ക് തന്നെ വേറെ ഇപ്പോൾ കാര്യം എന്ന് ചോദിച്ചാൽ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ടേസ്റ്റ് ചെയ്താൽ മതി. പോലീസുകാരൊക്കെ പിന്നെ ഹെൽത്ത് വർക്കേഴ്സ് അവർ പ്രധാനപ്പെട്ട ആൾക്കാർക്ക് പെട്ടെന്ന് ടേസ്റ്റ് ചെയ്തിട്ട് തീരുമാനിച്ചിട്ട് സപ്പോസ് അവിടെ ഇല്ലെങ്കിൽ നമുക്ക് ക്വാറന്റൈൻ വേണ്ടി വരില്ല. അപ്പോൾ ബൈ ചാൻസ് ചെയ്യാൻ പറ്റിയിട്ട് ഇല്ലെങ്കിൽ ദേ ഹാവ് ടു ഗോ ഫോർ ക്വാറന്റൈൻ.